എഴുത്ത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവൻ നിലനിർത്തുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വലിയ ഒരു ഊർജമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട രാജേഷ് സ്വാഗതം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ പരിപാടിയിൽ തുടർന്ന് സംസാരിക്കാൻ വളരെ അറിയപ്പെടുന്ന എഴുത്തുകാരും മറ്റുള്ളവരുമായി ധാരാളം ആളുകളുണ്ട്. അവരാരെങ്കിലും ആയിരുന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. എഴുത്തിൻ്റെ 45-ാം വർഷം ആഘോഷിക്കുമ്പോൾ സത്യത്തിൽ കെ എ ബീന ആദ്യമായിട്ട് എഴുതി തുടങ്ങുന്ന ഘട്ടം അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. അതിനുശേഷമാണ് ഞാൻ ജനിച്ചത്. പിന്നെ ഉദ്ഘാടനം എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ഒരു ഔപചാരികമായ തുടക്കമെന്നോ മറ്റോ ഒക്കെ ആയിരിക്കും. ആ അർത്ഥത്തിൽ സ്വാഗതം പറഞ്ഞപ്പോൾ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം എന്ന നിലയിൽ എന്തെങ്കിലും പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിതിൽ കാണുന്ന ഒരു പ്രത്യേകത 45 വർഷങ്ങൾക്ക് മുൻപ് എഴുതി തുടങ്ങിയ ഘട്ടം അത് സ്കൂൾ കുട്ടിയായിരിക്കുന്ന സമയത്താണ്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് എഴുതാൻ ആരംഭിച്ചു എന്നത് വളരെ സവിശേഷമായ ഒരു കാര്യമായി, വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമായി എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല, ആ എഴുത്തിപ്പോഴും തുടരുന്നു എന്നതും അതുപോലെ തന്നെ ആഹ്ലാദകരമായ ഒരു പ്രത്യേകതയാണ്. 45 വർഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതകാലവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ തീരെ ചെറിയ ഒരു കാലയളവല്ല, സാമാന്യേന ദൈർഘ്യമേറിയ ഒരു കാലയളവാണ്. അപ്പോൾ ഈ നീണ്ട 4.5 പതിറ്റാണ്ടുകൾ വളരെ സ്വാഭാവികതയോടെ എഴുത്തിൻ്റെ രംഗത്ത് തുടരാൻ കഴിഞ്ഞത് തീർച്ചയായും അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല, ആ മേഖലയുടെ വൈവിധ്യങ്ങൾ, യാത്രാനുഭവം, കഥകൾ, വൈജ്ഞാനിക സാഹിത്യം, മാധ്യമ പഠനം, അങ്ങനെ ഇവിടെ നേരത്തെ കാണിച്ച ഡോക്യുമെൻ്ററിയിൽ തന്നെ ആ വൈവിധ്യങ്ങളെയും അടയാളപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ബഹുമാന്യനായ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ ലളിതമായ ആഖ്യാന ശൈലിയാണ് ബീന സ്വീകരിച്ചതായിട്ട് കാണുന്നത്. വാക്കുകളുടെ ഒരു പ്രത്യേകത, നമുക്ക് വാക്കുകളെ തൊടാനാവില്ല എന്നതാണ്. പക്ഷെ വാക്കുകൾക്ക് മനുഷ്യരെ സ്പർശിക്കാനാവും. വായനക്കാരൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയുന്ന വാക്കുകളുടെ സൃഷ്ടാവായി ബീനയുടെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഞാൻ വിശേഷണങ്ങൾ ഒഴിവാക്കുകയാണ്. ചിലത് വായിക്കുമ്പോൾ ആ വായിച്ച വരിയുടെ അർത്ഥം മനസ്സിലാക്കാൻ മറ്റൊരു പുസ്തകം വായിക്കേണ്ട സാഹചര്യം മലയാളത്തിലുണ്ട്. എൻ്റെ ഒരു സൂചന കൊണ്ട് പുസ്തകത്തെക്കുറിച്ചോ എഴുത്തുകാരനെക്കുറിച്ചോ എഴുത്തുകാരിയെക്കുറിച്ചോ ഒന്നും ആരും മുൻവിധിയിലെത്തണ്ട എന്നതുകൊണ്ട് ഞാൻ അതെല്ലാം ഒഴിവാക്കുന്നു. പക്ഷേ അത്തരം എഴുത്തുകളുടെ, അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അങ്ങനെ അത് ഉദ്ദേശിക്കുന്നതായിരിക്കാം. വായനയുടെ ആകാശങ്ങളെ കൂടുതൽ വിസ്തൃതമാക്കുന്നതിന് വേണ്ടി എൻ്റെ ഒരു വരി വായിക്കുമ്പോൾ അതിന് പൂരകമായ ഒരു പുസ്തകം കൂടി വായിക്കട്ടെ വായനക്കാരൻ എന്ന ഉദ്ദേശം ഒരു പക്ഷെ ഉണ്ടാവുകയില്ല. എന്നാൽ ആ ഗണത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ബീനയുടെ എഴുത്ത് വായിക്കുമ്പോൾ വളരെ ലളിതസുന്ദരമായ സർവ്വസാധാരണമായ വാക്കുകളാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ശൈലി ആ എഴുത്തുകളിലൊക്കെയും കാണും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനോഹരമായ എഴുത്താണ്. 10-20 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്, മജീദിയുടെ ബറാൻ എന്നൊരു സിനിമ. കണ്ടിട്ടുള്ളവരൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്നുണ്ടാകും. അതിൽ വളരെ സുന്ദരമായി സംസാരിക്കുന്ന ഒരു വൃദ്ധ കഥാപാത്രത്തോട് ഒരു ചെറുപ്പക്കാരൻ വിസ്മയത്തോടെ ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാനാവും? ഇത്ര മനോഹരമായി എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുന്നത്? അതിന് അദ്ദേഹം പറയുന്ന മറുപടി, ആ വൃദ്ധ കഥാപാത്രം പറയുന്ന മറുപടി, വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് കൊണ്ടാണ് എന്നാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് കൊണ്ടാണ് എന്നാണ്. ഞാൻ വിചാരിക്കുന്നു 13ാമത്തെ വയസ്സിൽ ഒരാൾ എഴുതി തുടങ്ങുമ്പോൾ സ്വാഭാവികമായി വാക്കുകൾ പിറവിയെടുക്കുക തലച്ചോറിൽ നിന്നോ പേനയുടെ തുമ്പിൽ നിന്നോ ആവില്ല, ഹൃദയത്തിൽ നിന്നോ തന്നെയാവും.
പിന്നീട് മുതിരുമ്പോഴാണ് പലപ്പോഴും കലർപ്പും കള്ളത്തരവുമെല്ലാം എഴുത്തിലും കടന്നു വരിക. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എഴുതാൻ കഴിഞ്ഞതിൻ്റെ ഒരു ഭാഗ്യം ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളെ കടലാസിൽ അടയാളപ്പെടുത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നൈർമല്യം എഴുത്തിൽ തുടർന്നും നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാനായി എന്നത് വളരെ ആഹ്ലാദകരവും അഭിനന്ദനാർഹവുമായ ഒരു കാര്യമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പരിണതപ്രജ്ഞരായ ആളുകൾ ഇവിടെ ഉണ്ട്, അവരെല്ലാം സംസാരിക്കാനുമുണ്ട്. ഒപ്പം 4 പതിറ്റാണ്ട് എഴുത്തിന് പ്രായമാകുന്ന ഈ ഘട്ടത്തിൽ ബീനയുടെ വാക്കുകളും സ്വാഭാവികമായും നിങ്ങൾ പ്രതീക്ഷാപൂർവ്വം കാതോർത്തിരിക്കുകയാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഇനിയും ഏറെക്കാലം, ദീർഘകാലം ഇതേ സൗന്ദര്യത്തോടെ എഴുതാനാവട്ടെ, വായനക്കാരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന വാക്കുകൾക്ക് കൂടുതൽ ജന്മം നൽകാനാവട്ടെ എന്നെല്ലാം ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിനന്ദനം.